Happy birthday to you. Happy birthday, happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday. അപ്പോൾ ഇന്ന് എൻ്റെ കാർന്നോരെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഡ്രസ്സ് വാങ്ങി. അപ്പോൾ ഗിഫ്റ്റ് ഞങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങി. അങ്ങനെ ഞങ്ങൾ മടക്കാലാണ് വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് കാർന്നോറെ വീട്. കാർന്നോറ് പറഞ്ഞാൽ ഇക്കാര കാർന്നോറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ വീട്. ഞങ്ങളാണ് രാവിലെ തന്നെ എത്തിയത്. അങ്ങനെ വലിയ ഫങ്ഷനൊന്നുമല്ല, ഒരു മീഡിയം ടൈപ്പ് ഫങ്ഷനാണ്. അപ്പോൾ രാവിലെ തന്നെ എത്തിയതേ ഇല്ലൂ. അപ്പോൾ ഇതേ വെള്ളം കിട്ടിയിട്ടുണ്ട്. വെള്ളം നമ്മുടെ പുതിനൻ്റെ വെള്ളമാണ്. അപ്പോൾ ഇത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ചമാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കി ചിക്കനൊക്കെ ഇങ്ങനെ പൊരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാപ്പർക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് മെറൂൺ ഡ്രസ്സ് സെലക്ട് ആക്കിയിട്ട് എല്ലാവരും മാച്ചാക്കി വന്നിട്ടുണ്ട്. ഇത് ഇവരിത് പിള്ളേഴ്സൊക്കെ എന്താ പറയുക ഫോട്ടോ എടുക്കുന്നതും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നതൊക്കെ തിരക്കാണ് അവർ, വീഡിയോയും ഫോട്ടോയും. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ്. അപ്പോൾ അവരെ കുഞ്ഞാവൻ്റെ ഉപ്പാപ്പരക്കാർ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ എന്താക്കി ഗിഫ്റ്റൊക്കെ കൊടുത്ത് വേഗം ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കി. ഇല്ലെങ്കിൽ തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വേഗം ഒന്ന് ഇടയിൽ കൂടി കുമ്മനടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റൊക്കെ കുട്ടികൾ മാറ്റി മാറ്റി വെക്കുന്നത്. ഇതേ കുട്ടിപ്പട്ടാളും തല്ലിടുന്ന തിരക്കാണ്. അപ്പോൾ ഇതേ കുഞ്ഞാവൻ്റെ ഉപ്പാപ്പുരക്കാർ വന്നിട്ടുണ്ട്. ഇനി അവർക്ക് വെള്ളം കൊടുക്കലും അവരെ സ്വീകരിക്കുന്നതൊക്കെ തിരക്കിലാണ്. ഇതൊക്കെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങിനായിട്ട് അവർ മുകളിലോട്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ഇതേ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കേക്കും ഡ്രസ്സും എല്ലാം പിങ്കും ലൈറ്റ് പിങ്കിലും വൈറ്റിലുമാണ് വന്നത്. വൈറ്റ് അല്ല, സ്കൈ ബ്ലൂ അങ്ങനത്തെ ഒരു ടച്ചിലാണ് എല്ലാം കൂടി വന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം കുറച്ച് സമയം വൈകിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡും കാര്യങ്ങളാണ്. ന്യൂഡിൽസും ബിരിയാണിയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും സലാഡും പിന്നെന്താ ചിക്കൻ കുറുമയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസവും സേമിയത്തിൻ്റെ ഒരു പുഡിങ് പോലത്തെ ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സാധനമാണ് അതും. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ട് ആദ്യം കുറച്ച് ന്യൂഡിൽസും ഒരു കഷ്ണം ഇത്തിരി ബീഫും ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത്തിരി പോരെ എന്താ പറയുക ഇത്തിരി പോരെ ബിരിയാണിയും കൂടി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊതുവേ ഫുഡ് ഇവിടെ ഫംഗ്ഷന് പോയാൽ ഫുഡെല്ലാം കുറച്ച് എടുത്തിട്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതൊക്കെ ലാസ്റ്റത്തെ ഫിനിഷിങ് പോയിൻ്റാണ് കേട്ടോ. കാണൂലാക്കിയ കണ്ടേ ഇതിലേക്ക് ഇലയൊക്കെ കണ്ടേ ഇല അത് എൻ്റെ മറ്റൊരു കാരണവർ കുഞ്ഞാവയാണ് കേട്ടോ. അപ്പോൾ അവനെ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് കളിപ്പിച്ചതാണ് അവൻ്റെ ഉമ്മ ഫുഡ് കഴിക്കുന്ന സമയം നോക്കിയിട്ട്. പിന്നെ നേരെ പോയത് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു പൊട്ടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടും. ഓരോന്നേ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ മാഷാഅല്ലാഹ് ഇഷ്ടം പോലെ കുഞ്ഞാവക്ക് ഡ്രസ്സാണ് കിട്ടിയത്. ഫൈഹാമോൾ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഇത് നോക്കി പുതിയൊരു ഗിഫ്റ്റാണെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തന്നെ ഒന്ന് വീഡിയോ എടുപ്പിച്ചതാണ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഫൈഹാമോക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അധികവും നെറ്റിൽ വരുന്ന ഗൗണും ഫ്രോക്കൊക്കെയാണ് കിട്ടിയത് കേട്ടോ. പിന്നെ 1-2 ടോയും ടെഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക മാഷാഅല്ലാഹ് എന്തുകൊണ്ടും നല്ലൊരു ഫങ്ഷനായിരുന്നു എന്ന് പറയാം. ഇതാണ് കേട്ടോ ബർത്ത്ഡേക്കാർ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല.
അപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കണ്ട് ഒക്കെ റാഹത്തായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ ഇത്രയും വരെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബായ്.